എല്ലാവർക്കും അപെക്സ് കോച്ചിങ് ഹബിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമയം, ദൂരം, വേഗത ആ ടോപ്പിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് 4 മോഡൽ ചോദ്യങ്ങളാണ് സമയം, ദൂരം, വേഗത ആ ടോപ്പിക്കിനകത്ത് വരുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ പറഞ്ഞു വേഗതയ്ക്ക് 3 യൂണിറ്റുകൾ നൽകാറുണ്ട്. കിലോമീറ്റർ പെർ അവർ എന്ന്, മീറ്റർ പെർ സെക്കൻഡ് എന്ന്, മീറ്റർ പെർ മിനിറ്റ് എന്ന്. ആ യൂണിറ്റുകളെ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൺവേർട്ട് ചെയ്യേണ്ടി വരും. ആ കൺവേർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ടൈപ്പ് 1 വരുന്നത് അല്ലെ. ടൈപ്പ് 2 നമ്മളൊരു ട്രയാങ്കിൾ ആണ് വരച്ചത്. ഇതുപോലെ ട്രയാങ്കിൾ വരച്ചു 3 ഭാഗമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡി മുകളില് ടിയും എസും താഴെ DTS ട്രയാങ്കിൾ എന്ന് പറയുന്നത്. D ഫോർ ഡിസ്റ്റൻസ് അഥവാ ദൂരം, T ഫോർ ടൈം അഥവാ സമയം, S ഫോർ സ്പീഡ് അഥവാ വേഗത. അപ്പോൾ ഈ ദൂരവും സമയവും വേഗതയും കാണാനുള്ള ഇക്വേഷൻസ് അടങ്ങിയ ഒരു ഷോർട്ട് കട്ടാണ് DTS ട്രയാങ്കിൾ. D കാണാനായിട്ട് മറച്ചു പിടിക്കുന്നു, T × S വരും. T കാണാൻ D/S വരും. S കാണാൻ D/T വരും. 2 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. 2 ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ചെയ്തത്. അതിന് ഞാനൊരു ചെറിയൊരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. സമയവും വേഗതയും ഒരുമിച്ച് വന്നൊരു ചോദ്യത്തിന് നേരിട്ട് ഈ ഓപ്പറേഷൻസ്, അതായത് നേരിട്ട് നമ്മൾ ഗുണനക്രിയയോ അല്ലെങ്കിൽ ആ ചോദ്യത്തിലെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന കാര്യം ചെയ്യാൻ പാടില്ല. കാരണം യൂണിറ്റുകൾ ഒരുപോലെ വന്നിട്ടുണ്ടോ നോക്കണം. സമയത്തിന്റെ യൂണിറ്റ് മണിക്കൂർ ആണെങ്കിൽ വേഗതയുടെ യൂണിറ്റ് നിർബന്ധമായിട്ട് കിലോമീറ്റർ പെർ അവർ ആവണം, അഥവാ അല്ലെങ്കിൽ അതിലേക്ക് മാറ്റണം. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് വരണം. സമയത്തിന്റെ യൂണിറ്റ് മിനിറ്റ് ആണെങ്കിൽ മീറ്റർ പെർ മിനിറ്റ് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഈ ഡി കാണുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി ഞാനതിന്റെ ബാക്കി പറയാണ്. ടൈപ്പ് 2 തന്നെയാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. ടൈപ്പ് 2 ഒരു അല്പം അഡ്വാൻസ്ഡ് ആയിട്ട് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഒരു 2 കാറ്റഗറി വരുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, സ്ഥിരമായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ ചോദ്യമാണ്. ഒരു യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വിശ്രമം എടുക്കുന്നത്, റെസ്റ്റ് എടുക്കുന്നത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒരു യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്നു. അപ്പൊ ആ മോഡൽ ചോദ്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓർക്കുക, ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. നമ്മൾ നിർബന്ധമായിട്ടും ശരിയാക്കേണ്ട ചോദ്യമാണ്. ചോദ്യത്തിലേക്കാണ്. ആദ്യത്തെ ചോദ്യം LDCയിൽ ചോദിച്ച പ്രീവിയസ് ചോദ്യമാണ്. ചോദ്യം എടുക്കോളൂ. മോഹൻ 8 കിലോമീറ്റർ പെർ അവർ. മോഹൻ 8 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ 8 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്നു. മോഹൻ 8 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്നു. ഓരോ 10 കിലോമീറ്ററിനു ശേഷവും ഓരോ 10 കിലോമീറ്ററിനു ശേഷവും ഓരോ 10 കിലോമീറ്ററിനു ശേഷവും അയാൾ 20 മിനിറ്റ് അയാൾ 20 മിനിറ്റ് വിശ്രമിക്കുന്നുണ്ട്. ഓരോ 10 കിലോമീറ്ററിനു ശേഷവും അയാൾ 20 മിനിറ്റ് വിശ്രമിക്കുന്നുണ്ട്. മോഹന് 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആകെ എത്ര സമയം വേണ്ടിവരും? ചോദ്യം ഇങ്ങനെയാണ്. മോഹൻ 8 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്നു. ഓരോ 10 കിലോമീറ്ററിനു ശേഷവും അയാൾ 20 മിനിറ്റ് വിശ്രമിക്കുന്നുണ്ട്. മോഹന് 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആകെ എത്ര സമയം വേണ്ടിവരും? ഇതാണ് ചോദ്യം. ആകെ എത്ര സമയം വേണ്ടിവരും? അപ്പോ ഇടയ്ക്ക് വിശ്രമം വരുന്ന ചോദ്യമാണ്. ഓരോ 10 കിലോമീറ്റർ കഴിയുമ്പോഴും ഇയാൾ ഇങ്ങനെ 20 മിനിറ്റ് വിശ്രമിക്കുന്നുണ്ട്. ഇതിന് PSC നൽകിയ ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു. ഓപ്ഷൻ എയിൽ 6 മണിക്കൂർ 20 മിനിറ്റ്, ഇതാണ് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത്. ബിയില് 6 മണിക്കൂർ, സിയില് 5 മണിക്കൂർ 20 മിനിറ്റ്, ഓപ്ഷൻ ഡിയില് 5 മണിക്കൂർ 40 മിനിറ്റ്. അങ്ങനെ 4 ഓപ്ഷൻസ് തന്നു. 6 മണിക്കൂർ 20 മിനിറ്റ്,
6 മണിക്കൂർ, 5 മണിക്കൂർ 20 മിനിറ്റ്, 5 മണിക്കൂർ 40 മിനിറ്റ്. ഇനി ഞാൻ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാൻ പോവാണ്. അത്യാവശ്യം പ്രയാസം ഫീൽ ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. അതായത് നമുക്കൊരു ചോദ്യത്തിന്റെ ഇടയിൽ ഒരു വിശ്രമം വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ വിശ്രമം നമ്മൾ ആദ്യം പരിഗണിക്കേണ്ട. ഓരോ 10 കിലോമീറ്ററിന് ശേഷവും അയാൾ 20 മിനിറ്റ് വിശ്രമിക്കുന്നു, അത് നമ്മൾ പരിഗണിക്കുന്നില്ല. മോഹനയുടെ യാത്ര ചെയ്യേണ്ട ദൂരം തന്നിട്ടുണ്ട് 40 കിലോമീറ്റർ ആണ്. അയാളുടെ വേഗതയും തന്നിട്ടുണ്ട് 8 കിലോമീറ്റർ പെർ അവർ ആണ്. ദൂരം 40 കിലോമീറ്റർ ആണ്, വേഗത 8 കിലോമീറ്റർ പെർ അവർ ആണ്. ഞാൻ അയാൾ എടുക്കുന്ന വിശ്രമം തീരെ പരിഗണിക്കാതെ ഈ ഒരു ദൂരം യാത്ര ചെയ്യാനായിട്ട് അയാൾക്ക് വേണ്ട സമയം കാണാൻ പോവാണ്. ശ്രദ്ധിക്കുക, ദൂരം 40 കിലോമീറ്റർ, വേഗത 8 കിലോമീറ്റർ പെർ അവർ, അതിന് വേണ്ട സമയം. ആ ട്രയാങ്കിൾ നമ്മുടെ മനസ്സിലേക്ക് വേണം. സമയം കാണുന്ന ഇക്വേഷൻ d/s ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാം, 40/8. 40 കൃത്യമായിട്ട് 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും, 5 ആണ്. അപ്പൊ 5 മണിക്കൂർ എന്ന് പറയുന്ന ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് വിശ്രമം പരിഗണിക്കാതെ സമയം കണ്ടാൽ ഇവിടെ വന്നത് 5 മണിക്കൂറാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അയാൾ വിശ്രമിക്കാതെ അല്ലെങ്കിൽ അയാൾക്ക് യാത്രയ്ക്ക് മാത്രം, വിശ്രമം പരിഗണിക്കാതെ യാത്രയ്ക്ക് മാത്രം വേണ്ട സമയമാണ് 5 മണിക്കൂർ. ആ യാത്ര ചെയ്യാൻ വേണ്ട സമയമാണ് 5 മണിക്കൂർ. ഇനി ആകെ സമയം എന്ന് പറഞ്ഞാൽ ഈ യാത്ര ചെയ്ത സമയത്തിന്റെ കൂടെ വിശ്രമത്തിനെടുത്ത സമയം കൂടെ പരിഗണിച്ചാൽ ടോട്ടൽ എത്ര സമയം വരും? അതാണ് ഈ ആകെ സമയത്തിന്റെ മീനിങ്. നമ്മൾ യാത്രയ്ക്ക് വേണ്ട സമയം 5 മണിക്കൂർ കണ്ടു, ഇനി വിശ്രമത്തിന് വേണ്ട സമയമാണ് കാണാൻ പോകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഓരോ 10 കിലോമീറ്റർ കഴിയും തോറും അയാൾ 20 മിനിറ്റ് വിശ്രമിക്കുന്നു. അപ്പൊ യാത്ര തുടങ്ങിയിട്ട് ആദ്യത്തെ 10 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് അയാൾ റെസ്റ്റ് എടുക്കും, ഒരു 20 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ദെൻ ആ റെസ്റ്റിന് ശേഷം പിന്നെയും യാത്ര തുടങ്ങുകയാണ്. തുടങ്ങിയിട്ട് അടുത്ത 10 കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും 20 മിനിറ്റ് ആണ്. ഇപ്പൊ അടുത്ത 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 20ാമത്തെ കിലോമീറ്ററിലായിരിക്കും രണ്ടാമതായിട്ട് അയാൾ വിശ്രമിക്കുന്നത്. ആ വിശ്രമത്തിന് ശേഷം പിന്നെയും യാത്ര തുടങ്ങി അടുത്ത 10 കിലോമീറ്റർ, അതായത് 30ാമത്തെ കിലോമീറ്റർ ആകുമ്പോൾ മൂന്നാമതും അയാൾ വിശ്രമിക്കും. വീണ്ടും ആ വിശ്രമത്തിന് ശേഷം യാത്ര തുടങ്ങിയിട്ട് അടുത്ത 10 കിലോമീറ്റർ, അതായത് 40ാമത്തെ കിലോമീറ്റർ ആയപ്പോഴും വിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, 40ാമത്തെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലമാണ്, അതായത് അയാളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ്. ആ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിയതിനു ശേഷമുള്ള വിശ്രമം യാത്രയ്ക്ക് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതായത് 40 കിലോമീറ്റർ ആകെ സഞ്ചരിക്കേണ്ട ആവശ്യമുള്ളൂ. ആ 40ാമത്തെ കിലോമീറ്റർ അയാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് എത്ര സമയം വേണമെങ്കിലും വിശ്രമിക്കാൻ വാട്ടവർ അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മളത് പരിഗണിക്കേണ്ട. സോ ശ്രദ്ധിക്കാൻ, ഇവിടെയാണ് നിങ്ങളുടെ ആക്യുറസി, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 4 വിശ്രമങ്ങൾ പരിഗണിക്കേണ്ട, ഈ 3 വിശ്രമങ്ങൾ പരിഗണിച്ചാൽ മതി. എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിയതിനു ശേഷമുള്ള വിശ്രമം നമുക്ക് ഇവിടേക്ക് ആവശ്യമില്ല. അപ്പൊ ഈ വിശ്രമത്തിന് വേണ്ട ടോട്ടൽ ടൈം ഞാനിനി കാണുകയാണ്. 3 വിശ്രമമാണ്, 20, 20, 20. മൊത്തത്തിൽ എത്ര മണിക്കൂർ വരും? 60 മിനിറ്റ് വരും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് അല്ലെ? 60 മിനിറ്റ് 1 മണിക്കൂറാണ്. അപ്പോ യാത്രയ്ക്ക് 5 മണിക്കൂർ സമയം വേണ്ടി വന്നു, വിശ്രമത്തിന് 1 മണിക്കൂർ സമയം വേണ്ടി വന്നു. ടോട്ടൽ ടൈം നിങ്ങൾക്ക് അറിയാം, എത്രയാണത്? 5+1 ആണ്, അതായത് 6 മണിക്കൂറാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കാം, ഈ യാത്രയ്ക്ക് ഇടയ്ക്ക് വിശ്രമം വരുന്ന ചോദ്യങ്ങൾ ഈ ഒരു പാറ്റേണിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റാനുള്ള സാധ്യതയില്ല. ആദ്യം നമ്മൾ വിശ്രമം പരിഗണിക്കാതെ യാത്രയ്ക്ക് മാത്രം എടുക്കുന്ന സമയം കണ്ടുപിടിക്കുക. 5 മണിക്കൂർ d/s കിട്ടും, 40/8 5 ആണ്. പിന്നീട് വിശ്രമത്തിനെടുത്ത സമയം സെപ്പറേറ്റ് കണക്ക് കൂട്ടാം. ഓരോ 10 കിലോമീറ്റർ കഴിയുന്തോറും 20 മിനിറ്റ് ആണ്. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ശ്രദ്ധിക്കേണ്ടത് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിയതിനു ശേഷമുള്ള വിശ്രമം എടുക്കരുത്. ഡെസ്റ്റിനേഷൻ പോയിന്റിലെ വിശ്രമം പരിഗണിക്കേണ്ട. ആകെ ഈ 3 വിശ്രമം മാത്രം പരിഗണിച്ചാൽ മതി. അതിന് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. അപ്പൊ 5ഉം 1ഉം മൊത്തത്തിൽ 6 മണിക്കൂർ സമയം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇനിയും ഈ മോഡൽ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇനി തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ വിശ്രമത്തിന്റെ ഒരു മുൻകാല ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ തറവാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയണം. ചോദ്യം പൂർണ്ണമായിട്ട് പറയുന്നില്ല, പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വാഹനത്തിന് യാത്ര ചെയ്യേണ്ട ദൂരം 100 കിലോമീറ്റർ ആണ്. 100 കിലോമീറ്റർ ആണ് സഞ്ചരിക്കേണ്ട ദൂരം. അതിനെടുക്കുന്ന വേഗത 25 കിലോമീറ്റർ പെർ അവർ ആണ്. 25 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 100 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വെച്ച് വിശ്രമിക്കുന്നുണ്ട്. അപ്പൊ വിശ്രമിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ്, ഓരോ 20 കിലോമീറ്ററിന് ശേഷവും 20 മിനിറ്റ്
വിശ്രമിക്കുന്നു. ഓരോ 20 കിലോമീറ്ററിന് ശേഷവും 20 മിനിറ്റ് ആണ് റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം എത്ര? ഇതൊരു എക്സാമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം പൂർണ്ണമായിട്ട് എഴുതാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ എഴുതാം. ദൂരം 100 കിലോമീറ്റർ, വേഗത 25 കിലോമീറ്റർ പെർ അവർ ആണ്. ഓരോ 20 കിലോമീറ്ററിന് ശേഷവും 20 മിനിറ്റ് റെസ്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ ടൈം ആണ് ഇവിടുത്തെ ചോദ്യം. ആകെ സമയം എത്ര വേണ്ടി വരും? വിശ്രമം ഉൾപ്പെടെ ആകെ വേണ്ട സമയമാണ്. അപ്പൊ നമുക്ക് ആദ്യം യാത്രയ്ക്ക് വേണ്ട ടൈം ഒന്ന് കണ്ടു നോക്കാം. അല്ലെ, ടൈം കാണാനുള്ള ഇക്വേഷൻ ഓർമ്മയില്ലേ? D/S ആണ്. അപ്പൊ D ആയിട്ട് 100 കിലോമീറ്റർ എന്ന് തന്നു, S ആയിട്ട് 25 തന്നു. 100നെ കൃത്യമായിട്ട് 25 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 4 തവണയാവുക എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ് യാത്രയ്ക്ക് വേണ്ടി വരുന്ന സമയം. യാത്രയ്ക്ക് മാത്രം 4 മണിക്കൂർ സമയം വേണം. ഇനി ഈ യാത്രയ്ക്ക് ഇടയ്ക്കെടുത്ത വിശ്രമത്തിന്റെ സമയം നമ്മൾ സെപ്പറേറ്റ് കാണാൻ പോവാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് പറയുന്നത്, ഓരോ 20 കിലോമീറ്ററിന് ശേഷവും 20 മിനിറ്റ് റെസ്റ്റ്. അപ്പൊ അയാൾ യാത്ര തുടങ്ങിയിട്ട് ആദ്യത്തെ 20 കിലോമീറ്റർ ആകുമ്പോൾ 20 മിനിറ്റ് ഒന്ന് വിശ്രമിക്കും. ആ വിശ്രമത്തിന് ശേഷം പിന്നെയും യാത്ര തുടങ്ങിയിട്ട് അടുത്ത 20 കിലോമീറ്ററിലാണ് രണ്ടാമത്തെ റെസ്റ്റ്. ഇപ്പൊ അടുത്ത 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തത്തില് 40ാമത്തെ കിലോമീറ്ററിൽ രണ്ടാമതായിട്ട് വിശ്രമിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം പിന്നെയും യാത്ര തുടങ്ങിയിട്ട് അടുത്ത 20 കിലോമീറ്റർ, അതായത് 60ാമത്തെ കിലോമീറ്ററിൽ മൂന്നാമതായിട്ട് വിശ്രമിക്കും. പിന്നെയും യാത്ര തുടങ്ങിയിട്ട് അടുത്ത 20 കിലോമീറ്റർ ആകുമ്പോൾ 4ാമത്തെ റെസ്റ്റ്, അതായത് 80ാമത്തെ കിലോമീറ്ററിലാണ് നാലാമതായിട്ട് വിശ്രമിക്കുന്നത്. 20 മിനിറ്റ് ആണ് നാലാമതായിട്ട് വിശ്രമിക്കുന്നത്. ഈ 80ാമത്തെ കിലോമീറ്ററിലെ 20 മിനിറ്റ് വിശ്രമത്തിന് ശേഷം പിന്നെയും അയാൾ യാത്ര തുടങ്ങണം. യാത്ര തുടങ്ങിയിട്ട് അടുത്ത 20 കിലോമീറ്റർ, അത് നമ്മൾ പരിഗണിച്ചാൽ 100 കിലോമീറ്റർ ആയി. അതായത് അയാളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയി. ഈ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ വരുന്ന വിശ്രമം നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 4 വിശ്രമം മതി. 20, 40, 60, 80 കിലോമീറ്ററുകളിൽ എടുക്കുന്ന വിശ്രമങ്ങൾ മാത്രം പരിഗണിച്ചാൽ മതി. 100ാമത്തെ കിലോമീറ്ററിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു, അതിനുശേഷമുള്ള വിശ്രമം നമുക്ക് വേണ്ട. അപ്പോ ഇതിന് വേണ്ട ടോട്ടൽ ടൈം കാണുകയാണ്. 24 തവണ എന്ന് പറഞ്ഞാൽ മൊത്തത്തില് 80 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ എടുക്കുന്നുണ്ട്. ഈ 80 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 80 മിനിറ്റില് 60 മിനിറ്റ് വരെ 1 മണിക്കൂറാണ് അല്ലെ. 60 മിനിറ്റ് വരെ 1 മണിക്കൂറാണ്. ബാക്കി 20 മിനിറ്റ് വേണ്ടി അല്ലെ. സോ അതായത് വിശ്രമത്തിന് മാത്രം എടുക്കുന്ന സമയം 1 മണിക്കൂർ 20 മിനിറ്റ് ആണ്. യാത്രയ്ക്ക് എടുക്കുന്ന സമയം 4 മണിക്കൂറാണ്. അപ്പൊ 4 മണിക്കൂർ യാത്രയ്ക്കും 1 മണിക്കൂർ 20 മിനിറ്റ് റെസ്റ്റിനും എടുത്താൽ മൊത്തം സമയം എത്ര വരും? ഒന്ന് കൂട്ടി നോക്കുക. 4 മണിക്കൂറും 1 മണിക്കൂർ 20 മിനിറ്റും കൂട്ടിയാൽ 5 മണിക്കൂർ 20 മിനിറ്റ് അല്ലെ. സോ ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ, 5 മണിക്കൂർ 20 മിനിറ്റ്. അപ്പൊ ഇനി ഈ റെസ്റ്റ് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, ശരിയാകണം. നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കരുത്. ആദ്യം യാത്രയ്ക്ക് എടുക്കുന്ന സമയം കാണാം, പിന്നെ വിശ്രമത്തിന് എടുക്കുന്ന സമയം കാണാം. രണ്ടുകൂടെ കൂട്ടിയാൽ മതി. വിശ്രമത്തിന്റെ സമയം കാണുമ്പോൾ ഡെസ്റ്റിനേഷൻ പോയിന്റ് സമയം പരിഗണിക്കേണ്ട. അത്രയേ ഉള്ളൂ കാര്യമായിട്ട് നോക്കണം. ഇനി ടൈപ്പ് 2 കഴിഞ്ഞിട്ടില്ല. ടൈപ്പ് 2 ഞാൻ പറഞ്ഞു, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളിൽ 2 മോഡൽ ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് PSC ചോദിക്കാറ്. അതിലൊന്ന് നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞു, റെസ്റ്റ് എടുക്കുന്ന ചോദ്യം. ഇനി രണ്ടാമതായിട്ട് വരുന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് ആ ചോദ്യം എഴുതിയതിനു ശേഷം ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ചോദ്യം എഴുതിക്കോളൂ. ഇങ്ങനെയാണ് പറയുന്നത്, തീവണ്ടിയിലിരിക്കുന്ന ഒരാൾ 1 മിനിറ്റ് കൊണ്ട് 21 ടെലിഫോൺ പോസ്റ്റ് 21 ടെലിഫോൺ പോസ്റ്റ് എണ്ണുന്നു. 21 ടെലിഫോൺ പോസ്റ്റ് എണ്ണുന്നു. തീവണ്ടിയിലിരിക്കുന്ന ഒരാൾ 1 മിനിറ്റ് കൊണ്ട് 21 ടെലിഫോൺ പോസ്റ്റ് എണ്ണുന്നു. അവ പരസ്പരം 50 മീറ്റർ അകലത്തിലാണെങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര? പരസ്പരം 50 മീറ്റർ അകലത്തിലാണെങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അന്ന് തന്ന ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: 63 കിലോമീറ്റർ പെർ അവർ. ഒന്നാമത്തെ ഓപ്ഷൻ 63 കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ടാമതായിട്ട് 62.5 കിലോമീറ്റർ പെർ അവർ ആണ്. മൂന്നാമതായിട്ട് 62 കിലോമീറ്റർ പെർ അവർ ആണ്. നാലാമതായിട്ട് 60 കിലോമീറ്റർ പെർ അവർ.
അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്, തീവണ്ടിയിൽ ഇരിക്കുന്ന ഒരാൾ 1 മിനിറ്റ് കൊണ്ട് 21 ടെലിഫോൺ പോസ്റ്റ് ഇടുന്നു. അവ പരസ്പരം 50 മീറ്റർ അകലത്തിലാണെങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര? തീവണ്ടിയുടെ വേഗതയാണ് കാണേണ്ടത്. 63 കിലോമീറ്റർ പെർ അവർ, 62.5 കിലോമീറ്റർ പെർ അവർ, 62 കിലോമീറ്റർ പെർ അവർ, 60 കിലോമീറ്റർ പെർ അവർ. ഇനി ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ എന്താണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടോ. ഒരു തീവണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് സമാന്തരമായാണ്, അതിന് പാരലൽ ആയിട്ടാണ് ഈ ടെലിഫോൺ പോസ്റ്റ് വരുന്നത് അല്ലെ. 21 ടെലിഫോൺ പോസ്റ്റ് സമാന്തരമായിട്ട് തീവണ്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ക്രോസ് ചെയ്ത് പോവാണ് തീവണ്ടി, അല്ലെങ്കിൽ അതിന്റെ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് പോവാണ്. തീവണ്ടിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് 1 മിനിറ്റ് കൊണ്ട് അത്തരത്തിലുള്ള 21 ടെലിഫോൺ പോസ്റ്റ് കൃത്യമായി വരണം. ആ ഓരോ ടെലിഫോൺ പോസ്റ്റും തമ്മിൽ 50 മീറ്റർ അകലത്തിലാണ്. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര? ഇനി ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? കോൺസിക്യൂട്ടീവ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും വസ്തുക്കളെ, അത് വേണമെങ്കിൽ ഇതുപോലെ ടെലിഫോൺ പോസ്റ്റ് ആവാം, മരങ്ങളാവാം, അതല്ലെങ്കിൽ ആളുകൾ തന്നെയായിരിക്കാം. 1 മീറ്റർ അകലത്തിൽ ആളുകൾ ഇങ്ങനെ വലിയ നിൽക്കുന്നു എന്നൊക്കെ പറയാം. അതായത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, തുടർച്ചയായിട്ട് ഒരേ അകലത്തിൽ നിൽക്കുന്ന കുറച്ചധികം വസ്തുക്കളെ സമാന്തരമായി ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ ആ വാഹനത്തിന്റെ വേഗത എത്ര? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന്റെ ചോദ്യം വരാറുണ്ട്. 1 മീറ്റർ അകലത്തിലുള്ള 25 മരക്കുറ്റികൾ ഒരാള് 1 മിനിറ്റ് കൊണ്ട് നടന്നു. അങ്ങനെയാണെങ്കിൽ ആളുടെ വേഗത എത്ര? ഓക്കെ, അതും ഇതും ഒരേ ചോദ്യമാണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരേ അകലത്തിലുള്ള തുടർച്ചയായ ഒന്നിലധികം, അതായത് തുടർച്ചയായ ഒരുപാട് വസ്തുക്കളെ സമാന്തരമായി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വേഗത എത്ര? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അറിയാത്തവർ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. നമുക്ക് കാണേണ്ടത് വാഹനത്തിന്റെ വേഗതയാണ്. അപ്പൊ ട്രയാങ്കിളില് വേഗത എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേഗതയെ സൂചിപ്പിക്കുന്ന വേരിയബിൾ എസ് ആണ് അല്ലെ. എസ് കാണാനുള്ള ഇക്വേഷൻ എന്താ നിങ്ങൾക്കറിയാതെ? d/t ആണ്. എസ് കാണാനുള്ള ഇക്വേഷൻ d/t ആണ്. d എന്ന് പറഞ്ഞാൽ ദൂരവും t എന്ന് പറഞ്ഞാൽ സമയവുമാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ്. ഞാൻ ഒന്ന് മാർക്ക് ചെയ്യണം, 1 മിനിറ്റ് ആണ് തന്നിരിക്കുന്ന സമയം. പക്ഷേ ദൂരം എത്രയാണെന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. തീവണ്ടി സഞ്ചരിച്ച ദൂരം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. സമയം 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം നമ്മൾ ആദ്യം കണക്കാക്കേണ്ടി വരും. തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 1 മിനിറ്റ് കൊണ്ട് 21 ടെലിഫോൺ പോസ്റ്റിന് തീവണ്ടിയിലിരിക്കുന്ന ഒരാൾക്ക് 21 ടെലിഫോൺ പോസ്റ്റ് എണ്ണാൻ സാധിക്കും. 1 മിനിറ്റ് കൊണ്ട് തീവണ്ടിയിലിരിക്കുന്ന ഒരാൾക്ക് 21 ടെലിഫോൺ പോസ്റ്റ് എണ്ണാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ പറഞ്ഞാല് 1 മിനിറ്റ് കൊണ്ട് തീവണ്ടിക്ക് അത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റുന്ന അർത്ഥം. 1 മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെ ടെലിഫോൺ പോസ്റ്റ് തുടങ്ങിയിട്ട് 21ാമത്തെ ടെലിഫോൺ പോസ്റ്റ് വരെയുള്ള അത്രയും ദൂരമായിരിക്കും 1 മിനിറ്റ് കൊണ്ട് തീവണ്ടി സഞ്ചരിക്കുന്നത്. അപ്പൊ ആ ദൂരം നമ്മൾ ആദ്യം കണക്ക് കൂട്ടണം. എത്ര ദൂരം 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്യണം. ആദ്യത്തെ ടെലിഫോൺ പോസ്റ്റ്, അവിടുന്ന് 50 മീറ്റർ അകലത്തിലായിട്ടാണ് രണ്ടാമത്തെ ടെലിഫോൺ പോസ്റ്റ്. പിന്നെയും അടുത്ത ടെലിഫോൺ പോസ്റ്റില് വീണ്ടും ഒരു 50 മീറ്ററിന്റെ അകലം വരുന്നുണ്ട്. ദെൻ 4ാമത്തെ ടെലിഫോൺ പോസ്റ്റിലേക്ക് 3ാമത്തിൽ നിന്ന് 50 മീറ്റർ അകലമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 21 ടെലിഫോൺ പോസ്റ്റാണ് തുടർച്ചയായി പോകുന്നത്. മൊത്തം അകലം നമ്മൾ കണ്ടുപിടിക്കണം. 1ാമത്തെ ടെലിഫോൺ പോസ്റ്റ് തുടങ്ങിയിട്ട് 21ാമത്തെ ഈ ടെലിഫോൺ പോസ്റ്റ് വരെയുള്ള ഈ ദൂരമായിരിക്കും 1 മിനിറ്റ് കൊണ്ട് തീവണ്ടി സഞ്ചരിക്കുന്നത്. അതേപോലെ വരച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അതിന്റെ യഥാർത്ഥ വഴി അല്ലെങ്കിൽ എളുപ്പ വഴി ഇപ്രകാരമാണ്. ശ്രദ്ധിക്കുക. 2 ടെലിഫോൺ പോസ്റ്റ് നമ്മൾ പരിഗണിച്ചാൽ 50 മീറ്ററിന്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ. 3 ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ 50 മീറ്ററിന്റെ 2 ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം 100 മീറ്റർ ആണ്. 4 ടെലിഫോൺ പോസ്റ്റ് 1 2 3 4 4 ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ 50 മീറ്ററിന്റെ, ശ്രദ്ധിക്കണേ, 50 മീറ്ററിന്റെ 3 ഗ്യാപ്പ് വരുന്നു. അതായത് 3 ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 150 മീറ്റർ ആണ്. 5 ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ 1 2 3 4 5 5 ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ 50 മീറ്ററിന്റെ 4 ഗ്യാപ്പാണ്. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ 4 × 50 200 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ പറ്റും. 21 തുടർച്ചയായ ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ അവിടെ 50 മീറ്ററിന്റെ എത്ര ഗ്യാപ്പാണ്, അല്ലെങ്കിൽ എത്ര അകലമാണ് ഉണ്ടായിരിക്കുക? നിങ്ങൾക്ക് ചിന്തിച്ചാൽ പറയാൻ പറ്റും. 21 അകലം എന്തായാലും ഉണ്ടായിരിക്കില്ല. 5 എണ്ണത്തിന് 4 ഗ്യാപ്പ്, 4 എണ്ണത്തിന് 3 ഗ്യാപ്പ്, 3 എണ്ണത്തിന് 2 ഗ്യാപ്പ്, 2 എണ്ണത്തിന് 1 ഗ്യാപ്പ്. അങ്ങനെയാണെങ്കിൽ 21 ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ അവിടെ 20 ഗ്യാപ്പാണ് ഉണ്ടായിരിക്കും അല്ലെ. 50 മീറ്ററിന്റെ 20 ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഒരു ഗ്യാപ്പിന് 50 മീറ്റർ ആണെങ്കിൽ 20 ഗ്യാപ്പിന്റെ ടോട്ടൽ ലെങ്ത് ആയിരിക്കും ഈ നീളം എന്ന് പറഞ്ഞാൽ. അത് കാണാൻ ഇനി എളുപ്പത്തിൽ നമുക്ക് 20 ഗുണിക്കണം 50 മീറ്റർ ചെയ്താൽ മതി അല്ലേ. അപ്പൊ 20 ഗുണിക്കണം 50 മീറ്റർ എന്ന് പറഞ്ഞാൽ ഗുണിച്ച് നോക്കുക, അത് 1000 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് കിട്ടി
തീവണ്ടി 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം 1000 മീറ്റർ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ്? 21 തുടർച്ചയായ ടെലിഫോൺ പോസ്റ്റിന് 20-50 മീറ്ററിന്റെ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ 20 ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 20 ഗുണിക്കുന്ന 50 മൊത്തത്തിൽ 1000 മീറ്ററിന്റെ ഈ നീളം ഉണ്ടായിരിക്കും. അപ്പോൾ ദൂരം ഞാൻ ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. എത്രയാണത്? 1000 മീറ്റർ ആണ്. ഇനി ഞാൻ ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാണ്. ഇതാണ് ഇക്വേഷൻ. d/t ആണ് ഇക്വേഷൻ. അതിന്റെ ഡിസ്റ്റൻസ് 1000 മീറ്റർ അല്ലേ? അപ്പൊ 1000 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം 1 മിനിറ്റ് അല്ലേ? 1 മിനിറ്റ് 1000 കൊണ്ട് ഹരിച്ചാൽ 1000 തന്നെയാണ് വരുന്നത് അല്ലേ? 1000 യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്, മീറ്റർ പെർ മിനിറ്റ്. നമുക്ക് ആൻസർ കിട്ടി. തീവണ്ടിയുടെ വേഗത എത്രയാണ്? തീവണ്ടിയുടെ വേഗത 1000 മീറ്റർ പെർ മിനിറ്റ് ആണ്. ശരിയായ ഉത്തരമാണത് 1000 മീറ്റർ പെർ മിനിറ്റ്. പക്ഷേ ഈ ഓപ്ഷന്റെ പ്രത്യേകത എന്താ? ഓപ്ഷനിൽ തന്നിരിക്കുന്ന യൂണിറ്റുകൾ മുഴുവനും കിലോമീറ്റർ പെർ അവറിലാണ്. പക്ഷെ ഇവിടെ കിട്ടിയതോ മീറ്റർ പെർ മിനിറ്റിലാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞത്. എല്ലാ ടൈപ്പിലും യൂണിറ്റ് കൺവേർഷന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. നന്നായിട്ട് ഓർമ്മ വേണം. മീറ്റർ പെർ മിനിറ്റിൽ തന്നിരിക്കുന്ന യൂണിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ ഞാൻ എഴുതുന്നുണ്ട്. മീറ്റർ പെർ മിനിറ്റിൽ തന്ന യൂണിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമ്മൾ എത്ര കൊണ്ടാണ് ഗുണിക്കുക? കോൺസ്റ്റന്റ് ഓർമ്മയുണ്ടോ? നന്നായിട്ട് ഓർമ്മ വേണം കേട്ടോ. കോൺസ്റ്റന്റ് വരുന്നത് 3/50 ആണ്. 3/50 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഈ ഉത്തരത്തിനെ 3/50 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയി. എന്നോട് ഗുണിക്കുന്നത് 1000 × 3/50. ഈ 0 എനിക്ക് ഇങ്ങനെ വെട്ടാൻ സാധിക്കും. 5 100 കൃത്യമായിട്ട് 20 തവണ പോകും. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് വേണ്ട ആൻസർ ആയി 60 ആണ്. ഇനി യൂണിറ്റ് കൊടുക്കേണ്ടത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നന്നായി ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ഒരേ അകലത്തിൽ തുടർച്ചയായി വരുന്ന ഏതെങ്കിലും വസ്തുക്കളെ സമാന്തരമായി ഒരു വാഹനം സഞ്ചരിക്കുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ വേഗത എത്ര? അതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ d/t ആണ്. ടൈം 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. 1 മിനിറ്റ് കൊണ്ട് 21 ടെലിഫോൺ പോസ്റ്റിന്റെ അകലം, ആ ദൂരം സഞ്ചരിക്കാൻ പറ്റും. 21 തുടർച്ചയായ ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ അവിടെ 20 ഗ്യാപ്പ് ആണ് വരുന്നത്. 50 മീറ്ററിന്റെ 20 ഗ്യാപ്പ്. 1 മീറ്റർ, ഒരു ഗ്യാപ്പിന് 50 മീറ്റർ ആണെങ്കിൽ 20 ഗ്യാപ്പിന് 1000 മീറ്ററിന്റെ നീളവും കാണും. അപ്പൊ ഈ ദൂരം നമ്മൾ കണക്കുകൂട്ടി 1000 മീറ്റർ ആണ്. അത് പരിഗണിച്ച് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് 1000 മീറ്റർ പെർ മിനിറ്റ് എന്നുള്ള വേഗതയാണ്. മീറ്റർ പെർ മിനിറ്റിലെ വേഗതയെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണമെങ്കിൽ 3/50 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ 3/50 കൊണ്ട് ഗുണിച്ചപ്പോൾ ആൻസർ കിട്ടിയ എത്രയാ? 60 കിലോമീറ്റർ പെർ അവർ ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. അറിയാതെ ഇവിടെ 21 ഗ്യാപ്പ് നിങ്ങൾ പരിഗണിച്ച് പോയാൽ ഈ ഗുണിക്കുന്ന സമയത്ത് 1050 കിട്ടാം. 1050 എന്ന് കിട്ടും. ഇവിടെ ചെയ്യുമ്പോഴും 1050 കിട്ടും. ദെൻ 1050നെ ഇതുപോലെ 3/50 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിലെ ഓപ്ഷൻ എ കിട്ടും. അത് പൂർണ്ണമായും തെറ്റാണ്. ശ്രദ്ധിക്കുക. 21 ടെലിഫോൺ പോസ്റ്റ് പരിഗണിച്ചാൽ അവിടെ 20 ഗ്യാപ്പാണ് വരുന്നത്. 100 ടെലിഫോൺ പോസ്റ്റ് ആണെങ്കിൽ 99 ഗ്യാപ്പ് വരും. 1000 മരക്കുറ്റിയിലാണെങ്കിൽ 999 ഗ്യാപ്പാണ് ഉണ്ടായിരിക്കുക. ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോ അവസാനമായിട്ട് പറഞ്ഞത് എന്തായിരുന്നു? സമാന്തരമായിട്ട് ഒരേ അകലത്തിലുള്ള തുടർച്ചയായ വസ്തുക്കളെ തരണം ചെയ്യുന്ന ഒരു വാഹനത്തിന്റെ വേഗത എത്ര? ഇതായിരുന്നു ചോദ്യം. അപ്പൊ അതിനെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ ആണ്, കമ്പ്ലീറ്റ് ചോദ്യം എഴുതുന്നില്ല. ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയാണ് 25 മീറ്റർ അകലത്തിൽ 25 മരങ്ങൾ. 25 മീറ്റർ അകലത്തിലുള്ള 25 മരങ്ങളെ സമാന്തരമായി ഒരു വാഹനം 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നു. ചോദ്യം ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്. സഞ്ചരിക്കുന്നു. ചോദ്യം എങ്ങനെയാണ്? 25 മീറ്റർ അകലത്തിലുള്ള 25 മരങ്ങളെ സമാന്തരമായി ഒരു വാഹനം 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാഹനത്തിന്റെ വേഗത എത്ര? ഈ വേഗത നിർബന്ധമായിട്ടും കിലോമീറ്റർ പെർ അവറിൽ തന്നെ നിങ്ങൾ കണക്കാക്കണം. അപ്പൊ ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തനിച്ചൊന്ന് ചെയ്തു നോക്കുക ആദ്യം. അതിനുശേഷം നമ്മുടെ എക്സ്പ്ലനേഷൻ കേട്ടാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ തുടങ്ങാണ്. വേഗത കാണാനുള്ള ഇക്വേഷൻ ബോർഡിൽ എഴുതുന്നു. d/t ആണ്. ദൂരം ബൈ സമയമാണ് വേഗത കാണാനുള്ള ഇക്വേഷൻ. ചോദ്യത്തിലെ സമയം 2 മിനിറ്റ് ആണ്. ദൂരം തന്നിട്ടില്ല. അപ്പൊ ദൂരം നമ്മൾ കണക്കാക്കണം. ദൂരം കണക്കാക്കുമ്പോൾ 25 മീറ്റർ അകലത്തിൽ 25 മരങ്ങളാണ്. ഞാൻ പറഞ്ഞു 25 മരങ്ങളാണെങ്കിൽ അവിടെ 25 ഗ്യാപ്പ് കാണില്ല. എത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കുക? അവിടെയാണ് ആക്യുറസി. 25 മരങ്ങളാണെങ്കിൽ 24 ഗ്യാപ്പാണ് ഉണ്ടായിരിക്കുക. ഒരു ഗ്യാപ്പിന് 25 മീറ്റർ ആണെങ്കിൽ 24 ഗ്യാപ്പിന്റെ ലെങ്ത് ഇപ്രകാരം ഗുണിച്ച് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇത് ഗുണിച്ചാൽ കിട്ടുക 600 മീറ്റർ എന്നാണ്. ഞാൻ നേരത്തെ ഗുണിച്ചതാണ്, നിങ്ങൾക്ക് എഴുതി ഗുണിക്കാം. 24 25 ഗുണിച്ചാൽ 600 മീറ്റർ കിട്ടും. നമുക്കിനി ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. d/t 600 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം
2 മിനിറ്റ്. 600 2 കൊണ്ട് ഹരിച്ചാൽ 300 എന്നാണ് കിട്ടുക. 300 മീറ്റർ പെർ മിനിറ്റ്. ശരി ഉത്തരം കിട്ടി. 300 മീറ്റർ പെർ മിനിറ്റ് ആണ്. പക്ഷെ ഞാൻ തുടങ്ങുമ്പോൾ പ്രത്യേകം പറഞ്ഞു വേഗത കിലോമീറ്റർ പെർ അവറിൽ തന്നെ കണക്കാക്കണം. അപ്പൊ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓർത്ത് വെക്കാം, മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനായിട്ട് 3/50 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് 300 ഗുണിക്കണം 3/50 ചെയ്ത് നോക്കാം. 0 ഞാനിങ്ങനെ കിട്ടിയിട്ടുണ്ട്. 5:30 6 തവണയാണ് പോകുന്നത്. 6 ൽ 3 ഗുണിച്ചാൽ 18 വരും. സോ ആൻസർ കിട്ടി 18 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ശരി ഉത്തരം. 18 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ടൈപ്പ് 2 ൽ നിന്ന് വരുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ. ഒന്ന് വിശ്രമം വരുന്നത്, രണ്ടാമതായിട്ട് സമാന്തരമായുള്ള ഒരേ അകലത്തിലുള്ള വസ്തുക്കളെ തരണം ചെയ്യുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 2 3 തവണ ആവർത്തിച്ച് നോക്കി കഴിഞ്ഞാൽ തറവാണ് പേടിക്കുന്നു വേണം. സോ സമയം ദൂരം വേഗതയിലെ 2 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മോഡൽ ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടൈപ്പിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ടേക്കുള്ളത് 2 ടൈപ്പും ബാക്കി 2 ടൈപ്പും മാത്രമാണ്. ആ 2 ടൈപ്പും അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ വരുന്ന ടൈപ്പാണ് ടൈപ്പ് 3യും ടൈപ്പ് 4. അപ്പോൾ ടൈപ്പ് 3യിലേക്ക് വരാം. ടൈപ്പ് 3. ടൈപ്പ് 3യുടെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നത് ശരാശരി വേഗത എന്നാണ്. ശരാശരി വേഗത എന്നാണ്. ഓക്കെ, ശരാശരി വേഗത വരുന്നതാണ് ടൈപ്പ് 3. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് അത് കേട്ട് നന്നായിട്ട് അതിന് ഞാൻ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് അതിന് വരുന്ന ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് വൃത്തിയാക്കാൻ ചോദ്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ടൈപ്പ് 3 ശരാശരി വേഗത. തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ശരാശരി കാണാനുള്ള നോർമൽ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അതായത് ഒരു 4 5 സംഖ്യകൾ നിങ്ങൾക്ക് തന്നിട്ട് ആ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാറ് തുക കണ്ടുപിടിച്ചിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ്. ശരാശരി കാണാനായിട്ട് ചെയ്യാം തുക ബൈ എണ്ണമാണ്. അപ്പോ ശരാശരി വേഗതയിൽ ഒരു 2 3 വേഗത തന്നിട്ട്, ഒരു വാഹനത്തിന്റെ 3 4 വേഗത തന്നിട്ട് വാഹനത്തിന്റെ ശരാശരി വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ ഈ തുക ബൈ എണ്ണം എന്ന് പറയുന്ന ഇക്വേഷൻ ഓപ്റ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, തെറ്റ് വരുത്തുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കത്തിലേക്ക് പറഞ്ഞത്. ശരാശരി കാണാൻ തുക ബൈ എണ്ണമാണ് ശരിയാണത്. ശരാശരി വേഗത കാണാൻ ഒരിക്കലും ഈ തുക ബൈ എണ്ണം എന്ന് പറയുന്ന ഇക്വേഷൻ പരിഗണിക്കരുത്. ഇനി ശരാശരി വേഗതയിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. 3 രീതിയിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. 3 രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ ആ 3 രീതിയിലെ ചോദ്യങ്ങളെ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ എങ്ങനെയാണ്? ഒരു വാഹനം എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കുന്നു. ആ സമയത്ത് വാഹനത്തിന്റെ വേഗത x കിലോമീറ്റർ പെർ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യണം. ഒരു വേരിയബിൾ ആണ്. x കിലോമീറ്റർ പെർ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ബിയിൽ എത്തിയതിനു ശേഷം ആ വാഹനം തിരിച്ച് എയിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ബിയിൽ നിന്നും എയിലേക്ക് വരികയാണ്. ആ സമയത്ത് വേഗത y കിലോമീറ്റർ പെർ ആക്കി. ശ്രദ്ധിക്കണേ, ആദ്യം എയിൽ നിന്നും ബിയിലേക്ക് x കിലോമീറ്റർ പെർ എന്ന വേഗതയിൽ പോകുന്നു. പിന്നീട് ബിയിൽ നിന്ന് എയിലേക്ക് y കിലോമീറ്റർ പെർ എന്ന വേഗതയിൽ വരികയാണ്, തിരിച്ചു വരികയാണ്. അതായത് 2 യാത്ര ചെയ്യുന്നുണ്ട്. ഒന്ന് എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്. 2 യാത്രയ്ക്കും ഒരേ വേഗതയല്ല വാഹനം എടുക്കുന്നത്, വ്യത്യസ്ത വേഗതയാണ്. ഒന്ന് x ആണെങ്കിൽ അടുത്ത y ആണ്. അങ്ങനെയാണെങ്കിൽ വാഹനത്തിന്റെ ശരാശരി വേഗത എത്ര? അതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരിക. ശരാശരി വേഗത എത്ര? അപ്പൊ ശരാശരി വേഗതയിൽ 3 മോഡൽ വരുന്നു എന്ന് പറഞ്ഞു. അതിലെ ഫസ്റ്റ് മോഡലാണ് ഇവിടെ മാർക്ക് ചെയ്തത് A to B, B to A. ആ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ മോഡല് ഇതുപോലെ തന്നെ എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വാഹനം സഞ്ചരിക്കുന്നു. ഇതേ വേഗത ഞാൻ കൊടുക്കുകയാണ്. x കിലോമീറ്റർ പെർ ആണ്. ബിയിൽ നിന്ന് ഇതുപോലെ എയിലേക്ക് തിരിച്ചു വരികയാണ്. ആ സമയത്ത് വേഗതയും കൊടുക്കുന്നു y കിലോമീറ്റർ പെർ. ഇത് കൂടാതെ പിന്നെയും തിരിച്ച് എയിൽ നിന്നും ബിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് വേഗത z കിലോമീറ്റർ പെർ ആണ്. അപ്പൊ ഇവിടെ 2 യാത്രയാണെങ്കിൽ ഇവിടെ 3 യാത്ര വരുന്നത്. 3 യാത്രയിലും വ്യത്യസ്ത വേഗതയാണ്. x y z ആണ്. എത്രയായിരിക്കും ശരാശരി വേഗത? അതാണ് നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത. A to B, B to A, again A to B എന്ന് പറയും. 3 മോഡൽ വരുന്നു എന്ന് പറഞ്ഞ് 2 മോഡൽ പറഞ്ഞു. മൂന്നാമത്തെ മോഡല് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമത്തെ മോഡലിന് ഞാനൊരു ഉദാഹരണം തന്നെ പറയാം. ശ്രദ്ധിക്കാം കേട്ടോ. എങ്ങനെയാണ്? ഒരു വാഹനം എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കണം. അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അത്രയേ ഉള്ളൂ. വീട്ടിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ വരാം. എയും ബി ആയിട്ട് മാർക്ക് ചെയ്തു 2 സ്ഥലങ്ങളാണ്. ആദ്യത്തെ ഒരു 30 കിലോമീറ്റർ ദൂരം, ആദ്യത്തെ 30 കിലോമീറ്റർ ദൂരം, ഇത് ദൂരമാണ് 30 കിലോമീറ്റർ. അത്രയും ദൂരം വാഹനം സഞ്ചരിക്കുന്നത്
15 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന വേഗതയിലാണ്. 15 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന വേഗതയിലാണ്. ഇവിടെ എത്തി, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തി, 30 കിലോമീറ്റർ എന്ന് പറയുന്ന പോയിന്റ് എത്തി. ഇവിടെ നിന്നും ഇനി ബിയിലേക്ക് 50 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്നോടേക്ക് 50 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 50 കിലോമീറ്ററിന് വാഹനം എടുക്കുന്ന വേഗത 25 കിലോമീറ്റർ പെർ അവർ ആണ്. ആദ്യത്തെ 30 കിലോമീറ്ററിന് 15 കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ടാമത്തെ 50 കിലോമീറ്ററിന് 25 കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ട് വേഗതയാണ് അല്ലെ, 15 25. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ചോദിക്കും ശരാശരി വേഗത എത്ര. ഓക്കെ, അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. 3 വെറൈറ്റിയിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഒന്ന് എ ടു ബി, ബി ടു എ. രണ്ടാമത് എ ടു ബി, ബി ടു എ, അഗൈൻ എ ടു ബി. മൂന്നാമത് ഈ വരച്ചിരിക്കുന്ന രീതിയിലാണ്. ആദ്യത്തെ ഒരു 30 കിലോമീറ്റർ 15 കിലോമീറ്റർ പെർ അവർ, രണ്ടാമത്തെ 50 കിലോമീറ്റർ 25 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചോദ്യങ്ങൾ ഈ രീതിയിലാണ് വരുന്നതെന്ന്. എന്താണ് ഈ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഈ വരച്ചത് കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോഴും ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ച് മടങ്ങി വരുമ്പോഴും ഈ വാഹനം സഞ്ചരിക്കുന്ന ദൂരത്തിലെ വ്യത്യാസം ഇവിടെ നിങ്ങോട്ടേക്ക് എന്തായിരിക്കും? ഒരേ ദൂരമായിരിക്കും. അപ്പൊ ഒന്നാമത്തെ മോഡലിന്റെ പ്രത്യേകത, ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് ഫസ്റ്റ് മോഡലിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തേക്ക് വന്നാൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോഴും ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്, ഒരേ ദൂരമാണ്. പക്ഷെ പ്രത്യേകത എങ്ങനെയാണ്? ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗത. ഇവിടെ ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയാണ്. ഇവിടെ ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത എങ്ങനെ കാണാം? ഇതാണ് രണ്ടാമത്തെ മോഡലിന്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ ഒരേ ദൂരമാണ്, ഇവിടെയും ഒരേ ദൂരമാണ്. പക്ഷെ ഇവിടെ ഈ 2 വ്യത്യസ്ത വേഗതയ്ക്ക് ഒരേ ദൂരമാണോ? ആദ്യത്തത് 30 കിലോമീറ്റർ ആണെങ്കിൽ അടുത്തത് 30 അല്ല, അടുത്ത എത്രയാ? 50 കിലോമീറ്റർ. അതായത് ഒരേ ദൂരമല്ല 2 വ്യത്യസ്ത വേഗതയിലൂടെ. ഇവിടെ വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നു. ഇവിടെ ഒരേ ദൂരം വ്യത്യസ്ത വേഗതകളിലാണ്, ഇവിടെ വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങനെ 3 മോഡലായിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ട്രെയിനിലെ ശരാശരി വേഗതയെ തരംതിരിക്കുന്നത്. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗത, ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗത, വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗത. ഇനി എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എഴുതണം. ഫസ്റ്റ് എങ്ങനെയാണ്? ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗത. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ശരാശരി വേഗത കാണാനായിട്ട് ചെയ്യേണ്ടത് ഇക്വേഷൻ പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. 2xy ഡിവൈഡഡ് ബൈ x plus y. ആ ഒരു ഇക്വേഷൻ ഓപ്റ്റ് ചെയ്താൽ മതി. 2xy ഡിവൈഡഡ് ബൈ x plus y. 2xy എന്ന് പറഞ്ഞാൽ 2 into x into y എന്നാണ്, ബൈ x plus y. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ശരാശരി വേഗത കാണാൻ സാധിക്കും. എപ്പോഴാണ്? ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡലിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ, 2xy by x plus y. ഇനി രണ്ടാമതായിട്ട് ചോദ്യങ്ങളെ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ്? ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗത. ഒരേ ദൂരം 3 വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ ഇക്വേഷൻ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? 3xyz. 3xyz എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം x ഗുണിക്കണം y ഗുണിക്കണം z എന്നാണ്, ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. ഇത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. xy എന്ന് പറഞ്ഞാൽ xy ഗുണിക്കുക, പ്ലസ് yz എന്ന് പറഞ്ഞാൽ yz ഗുണിക്കുക, പ്ലസ് xz എന്ന് പറഞ്ഞാൽ xz ഗുണിക്കുക. അതായത് ഈ രണ്ടെണ്ണം വീതം ഇങ്ങനെ 3 വ്യത്യസ്ത വേഗത വന്നു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം വീതം മാറി മാറി ഗുണിക്കുകയാണ് താഴെ, എന്നിട്ട് അത് കൂട്ടണം. മുകളിൽ 3 ഗുണിക്കണം, x ഗുണിക്കണം, y ഗുണിക്കണം, z. ഇതാണ് ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ. 3 വ്യത്യസ്ത വേഗത ഒരേ ദൂരത്തിൽ എടുക്കുന്ന സമയത്ത്. അപ്പൊ 2 മോഡൽ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മോഡലാണ്. മൂന്നാമത്തെ മോഡൽ നമുക്ക് ഇങ്ങനെ പറയാം: വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗത. വ്യത്യസ്ത ദൂരം വ്യത്യസ്ത വേഗത. ഇവിടെ കണ്ടോ, 30 കിലോമീറ്റർ ആദ്യം, പിന്നീട് 50 കിലോമീറ്റർ ആണ്. രണ്ടും 2 വേഗതയാണ്, ഒരേ വേഗതയല്ല. അപ്പൊ വ്യത്യസ്ത ദൂരം വ്യത്യസ്തമായ വേഗതകളിൽ വന്നു കഴിഞ്ഞാൽ ശരാശരി വേഗത കാണുന്നത്, ശരാശരി വേഗത കാണാനായിട്ട്
ആകെ ദൂരം, ഇതിന് വേരിയബിൾസ് വരുന്നില്ല, ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം. ആ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്താൽ മതി. ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം, ആകെ ദൂരം ബൈ ആകെ സമയം. അപ്പോ 3 ഇക്വേഷൻസ് ആയി. നിങ്ങൾ ആദ്യം ഈ 3 ഇക്വേഷൻസ് ഒന്ന് എഴുതുക. വേണമെങ്കിൽ ഞാൻ ഈ വരച്ചതൊന്ന് മാർക്ക് ചെയ്യാം, അതിനുശേഷം ചോദ്യം വിളിക്കുക.